ഗൈസ് നമ്മളങ്ങനെ ചോറൂണിന് പോവാണ്. നമുക്ക് റെഡി ആയിട്ട് വരാം. ഓക്കെ, ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ജിയ ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇൻട്രോയിൽ കണ്ട കണക്കാണ് നമ്മൾ ചോറൂണിനാണ് പോകുന്നത്. യെസ്, എൻ്റെ ഋതി ബേബിക്ക് 6 months ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മോൾക്ക് വേണ്ടിയിട്ട് ചോറൂണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗുരുവായൂരിലാണ്. അപ്പോൾ എൻ്റെ ജേർണി സ്റ്റാർട്ടായത് ട്രിവാൻഡ്രത്തു നിന്നാണ്. സോ നമ്മൾ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, കൊച്ചി വഴിയാണ് ഗുരുവായൂരിൽ എത്തുന്നത്. ആൻഡ് ഇതൊരു 6 to 7 hours ജേർണിയാണ്. ബട്ട് നമുക്ക് മോളുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും. സോ ഓൾമോസ്റ്റ് ഒരു 7 to 8 hours എടുക്കും നമുക്ക് അവിടെ എത്താനായിട്ട്. ഫൈനലി നീണ്ട 8-9 മണിക്കൂറിൻ്റെ ജേർണിക്ക് ശേഷം നമ്മൾ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആറാട്ട് നടക്കുന്നതുകൊണ്ട് ഭയങ്കര റഷുമായിരുന്നു. ഓക്കെ, സോ നമുക്കിനി ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അഗോഡ വഴിയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. ആൻഡ് നമ്മൾ വന്നിരിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ദാൻ അമ്പലത്ത് മേപ്പിളാണ്. അപ്പോൾ ഇതാണ് റൂം വന്നിട്ട്. ഒരു AC സ്റ്റാൻഡേർഡ് റൂമാണ്. ചെറിയൊരു വാർഡ്രോബ്, ഇവിടെ നമുക്ക് ഒരുങ്ങാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു സൗകര്യം ഇവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ചെറിയ കിച്ചൺ, വാഷ്റൂം, അങ്ങനെയാണ് ഈ റൂമിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് 9 മാർച്ചാണ്. അപ്പോൾ നമ്മൾ 10 മാർച്ചിനാണ് മോൾക്ക് ചോറൂണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നമ്മൾ ചോറൂണിന് വേണ്ടിയിട്ട് ബുക്കിങ്ങും കാര്യങ്ങളും ചെയ്തതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആൻഡ് ബാക്കിയുള്ള പ്രിപ്പറേഷൻസും പറ്റുകയാണെങ്കിൽ ഇന്ന് രാത്രി ജസ്റ്റ് ഒന്ന് ഗുരുവായൂർ എനിക്ക് പോവാൻ, ആ ഒരു സറൗണ്ടിങ് എനിക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 9th മാർച്ചിന് ഗുരുവായൂർ ആറാട്ടാണ്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആൻഡ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ന് ഗുരുവായൂർ ആറാട്ടാണെന്ന്. സോ പറ്റുകയാണെങ്കിൽ എൻ്റെ അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ബട്ട് നോ രക്ഷ ഗൈസ്, അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോലും നമ്മൾ കയറ്റി വിടുന്നില്ല. ഉള്ള വണ്ടിയൊക്കെ പോലീസ് ഇങ്ങനെ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കാണുന്ന ബിൽഡിങ്സൊക്കെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങോട്ട് പോയി ഇനിയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ എത്തിയത് ഒരു 8:30 ശേഷമാണ് ഗുരുവായൂർ എത്തിയത് തന്നെ. സോ ഇനിയും ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റായി പോകും. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ 7 മണിക്കാണ് മോളിൽ ചോറൂണ്. സോ ഇത്രയും ലോങ് ജേർണിയും കഴിഞ്ഞ് ഇനിയും ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് ടയേർഡായി പോകും. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാനാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കട്ടെ, സൈഡിൽ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകാൻ എന്തെങ്കിലും പറ്റുമെങ്കിൽ നോക്കാം. സോ ഗൈസ് ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ റൂമിൽ വന്നങ്ങ് റെസ്റ്റ് ചെയ്യായിരുന്നു. സോ ഗൈസ് അപ്പോൾ ഋതി ബേബി ഇപ്പോൾ കുളിച്ചിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് റെഡി ആയിട്ട് വരാം. ഓക്കെ, സോ ഇന്ന് മോളുടെ ചോറൂണ് ഡേ ആണ്. ഇത് മോൾ ഇതുപോലെ മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ട് നമ്മൾ 7 മണിയുടെ സ്ലോട്ടിന് പെട്ടെന്ന് റെഡിയായിട്ട് അമ്പലത്തിലോട്ട് പോവാണ്. സോ ഗൈസ് നമ്മളങ്ങനെ ചോറൂണിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതപ്പോൾ ഈ കാണുന്നതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുൻവശം വന്നിട്ട്. സോ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ചെയ്തപ്പോഴത്തേക്കും തെക്കേ നടയുടെ അവിടെയാണ് കാർ പാർക്കിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റി കണ്ടത്. സോ നമ്മൾ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് തെക്കേ നട വഴി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് കുഞ്ഞു കുട്ടികൾക്ക് ഫീഡ് ചെയ്യേണ്ട കാര്യത്തിലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അമ്പലത്തിൻ്റെ അകത്തും പുറത്തും ഫീഡിങ് റൂംസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ചോറൂണ് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ താഴെ ഫീഡിങ് റൂമുണ്ട്. പിന്നെ ഇവിടെ പുറത്ത് ക്ലോക്ക് റൂമിൻ്റെ അടുത്ത് ഒരു ഫീഡിങ് റൂമുണ്ട്. ഇങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ നമ്മൾ തുലാഭാരം കൂടെ നടത്തിയായിരുന്നു ശർക്കരയുടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് വീട്ടിലോട്ടേക്ക് പോവുകയാണ്. ആൾ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി, ഒരുപാട് നേരം ഇവിടെ നിൽക്കേണ്ടി വന്നു. ഓക്കെ,
ഗുരുവായൂരിൽ ചോറൂണിന് വേണ്ടിയിട്ട് ഞാൻ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കല്ലാതെ അമ്പലത്തിൽ പോയി ടിക്കറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗുരുവായൂരിൻ്റെ വെബ്സൈറ്റ്. ഇവിടെ ലോഗിൻ ഡീറ്റെയിൽസിൽ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ആൻഡ് അപ്പോൾ OTP വരും. ആ OTPയും അവിടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജ് ഓപ്പൺ ആവും. ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും മേളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അതർ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ അന്നപ്രശ്നം ഓർ ചോറൂണെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആവും. ഇതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് വന്നിട്ട് കൺഫേം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആവും. ഇതിൽ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ്, ചോറൂണിൻ്റെ ഡേറ്റ്, പേരൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആൻഡ് ഫോട്ടോഗ്രാഫിയുടെ ഓപ്ഷൻ കൂടെ കൊടുത്തിട്ട് ആഡ് ടു വിഷ് ലിസ്റ്റ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഈ സെയിം പേജ് തന്നെ ഓപ്പൺ ആവും. സ്ക്രോൾ ചെയ്ത് താഴെ വരിക. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ കാണും. അതിനുശേഷം നിങ്ങളുടെ വേ ഓഫ് പേയ്മെൻറ്റ് രീതിയിൽ അതങ്ങ് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ റെസിപ്റ്റ് വരും. ഈ റെസിപ്റ്റും കൊണ്ട് വേണം ചോറൂണിന് പോകാനായിട്ട്. അമ്പലത്തിൽ ചോറൂണിന് പോകുമ്പോൾ ടിക്കറ്റിൻ്റെ റെസിപ്റ്റിനൊപ്പം തന്നെ നമ്മൾ എന്ത് ID പ്രൂഫാണോ പേരൻസിൻ്റെത് സബ്മിറ്റ് ചെയ്തത് ആ ID പ്രൂഫിൻ്റെ ഒറിജിനലും കൂടെ കരുതേണ്ടതാണ്. ആൻഡ് ഓൾസോ ചോറൂണ് സമയത്ത് അമ്പലത്തിൽ നിന്ന് എടുത്തു തരുന്ന ഫോട്ടോസ് നമ്മുടെ രജിസ്റ്റർ ചെയ്ത ആ നമ്പറിൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അവർ വാട്സാപ്പ് ചെയ്ത് തരുകയും ചെയ്യും. ടിക്കറ്റ്സ് കളയരുത് നിങ്ങൾ. അത് പേരൻസിനും കുഞ്ഞിനുമുള്ള ഫ്രീ പാസ് കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാവൽ ജേർണി സ്റ്റാർട്ടായ ടൈം മുതലേ നമ്മുടെ ഒരു ട്രാവൽ ബഡി എന്ന് പറയുന്നത് നമ്മുടെ സെൽട്ടോസാണ്. ബട്ട് ഇപ്രാവശ്യം ട്രാവൽ ബഡിയിലൊരു ചെറിയ ചേഞ്ച് വന്നു. സോ സെല്ലൂന് 7 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ EVM വീൽസ് വഴി കിയ കാരൻസ് ബുക്ക് ചെയ്തിരുന്നു. ആൻഡ് അവരുടെ ഓൺലൈൻ ആപ്പ് വഴിയാണ് നമ്മളിത് ബുക്ക് ചെയ്തത്. അത്യാവശ്യം നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പുമാണ്. ആൻഡ് അവരുടെ കസ്റ്റമർ സർവീസും അത്യാവശ്യം നല്ലതായിരുന്നു. ആൻഡ് അവർ കാറും നല്ല വൃത്തിയായിട്ടാണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. ഓക്കെ, അപ്പോൾ EVM വീൽസിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെൻ്റ് കാർ എടുക്കാൻ ആഗ്രഹമുള്ളവർ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.